ശ്രീനന്ദൻ എന്ന് പറയുന്ന കൊച്ച് രാവിലെ മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയല്ല. പല പൊട്ടന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ പറയാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഡേ 6, ഇന്നത്തെ ദിവസം മേക്കിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ബുൾസെ വേറെ സംഭവം കാണിച്ചത്. ഇപ്പോൾ വൈഫ് തിരിച്ച് വീട്ടിലുണ്ട്. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിനു മുന്നേ ഇത് കഴിഞ്ഞിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കിച്ചണിൽ 2 റൂളുണ്ട്, വൈഫിൻ്റെയും എൻ്റെയും. അവളുകൾക്ക് റൂള് തന്നെ ഒന്നുമല്ല, ആരാണോ കുക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ വൈഫ് ക്ലീൻ ചെയ്യും കിച്ചൺ, അല്ലെങ്കിൽ കിച്ചൺ വൈഫാണ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കിച്ചൺ ഞാൻ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ന് വൈഫ് ജോലിക്ക് പോയി. സോ കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കണം. വന്നപ്പോൾ എൻ്റെ ബുൾസ് തേയില്ല, ഓൾമോസ്റ്റ് ഡൺ. ഇതിൽ കൂടെ അങ്ങ് വയ്ക്കാം. യെസ്, ഇറ്റ്സ് റെഡി. അല്ലെങ്കിൽ എന്തെങ്കിലും ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും, കഴിഞ്ഞ 45 days ചാലഞ്ചസ് സ്റ്റാർട്ട് ചെയ്തപ്പം അതേപോലെ ഫീവർ വന്നു, പിന്നെ കുറേ പ്രശ്നങ്ങൾ വന്നു. അച്ഛൻ, അമ്മ ഹോസ്പിറ്റലിൽ, വൈഫ് ഹോസ്പിറ്റലൈസ്ഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ ബ്രേക്ക് ചെയ്തില്ല. അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇത്രയും ഡ്രോപ്പ് ചെയ്തു വെയിറ്റ്. ഓക്കെ. പിന്നെ അതുപോലെ വേണുഗോപാൽ സാർ എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. അപ്പോൾ നല്ലൊരു മോട്ടിവേറ്റർ ആയിരുന്നു സാറ്. എനിക്ക് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ എനിക്ക് ഫുഡ് പോയ്സൺ വന്നു. എനിക്കൊന്ന് വെള്ളത്തിലൂടെയാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു ദിവസം അറിയാതെ പൈപ്പിലൂടെ വെള്ളം കുടിച്ചു. സോ നിങ്ങൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നോക്കുക മാക്സിമം, കേട്ടോ. അങ്ങനെ ഇപ്പം ആൻറ്റിബയോട്ടിക്കിലാണ്. സോ വർക്കൗട്ട് 2 ദിവസത്തേക്ക് വർക്കൗട്ടൊന്നുമില്ല. നല്ലോണം ഭക്ഷണം കഴിക്കുക. എന്തൊക്കെയായിരുന്നു അതിന് നല്ലോണം ഭക്ഷണം കഴിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അത് സംസാരിക്കാം. ഓക്കെ. നമുക്കിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു പോകാം. അതായിരിക്കും വ്ളോഗിൽ നല്ലത്. അല്ലാതെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലും ഇതെല്ലാം കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്. നമുക്ക് ചെറിയൊരു പോർഷനായിട്ട് പഠിച്ചു പോകാം. എന്തെങ്കിലും ഒരു പോർഷൻ, ഇപ്പം ഹെൽത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പോർഷൻ സ്റ്റഡി ചെയ്ത് പോകാം. അതായിരിക്കും ബെറ്റർ. ഓക്കെ. അങ്ങനെ എൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു. ക്ലീനൊക്കെ ചെയ്തു. മീൽ നമ്പർ 2. ഇന്നത്തെ ദിവസം കുറച്ച് നമുക്ക് ബോഡി സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാമെന്നാണ് വിചാരിച്ചത്. സോ അതിനു മുന്നേ ഞാൻ ഒരു വാർത്ത കണ്ടു. നമ്മുടെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ശ്രീനന്ദ എന്ന് പറയുന്നൊരു കുട്ടി ഡയറ്റ് പ്ലാൻ ചെയ്ത് ഫുഡ് കഴിച്ചു. ഓക്കെ. അതായിരുന്നു ഇന്നത്തെ വാർത്ത. കഴിച്ചു, ആ കൊച്ച് മരണപ്പെട്ടു. ഒരു ദിവസം കൊണ്ടല്ല, കുറേ നാളുകൊണ്ട് ആ കൊച്ച് കഴിച്ചിട്ടാ ഇത് സംഭവിച്ചത്. ഓക്കെ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചത് നമുക്കൊരു ബോഡി സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു തുടങ്ങാം എന്ന് കരുതിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വ്ലോഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടത്. ആക്ച്വലി 2 ദിവസമായിട്ടുള്ള 1-2 ദിവസമായിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ പറയാം. ഈ വെയിറ്റ് കുറയ്ക്കുന്നവരായാലും വെയിറ്റ് കൂട്ടുന്നവരായാലും ഇവർക്കെല്ലാം ഷോർട്ട് കട്ടാണ് ആവശ്യം. ഷോർട്ട് കട്ട്സ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ നോക്കിയാൽ ഞാൻ എത്രയോ വർഷം കൊണ്ട്, ഒരു 3 വർഷം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് വേണമെങ്കിൽ 1 year കൊണ്ട് എൻ്റെ ബോഡി ഫുൾ ഫാറ്റും കുറച്ച് നല്ല രീതിയിൽ മസിൽ മാസും ചെയ്ത് ഒരുവിധം ഹെൽത്തായിട്ട് ചെയ്യാൻ ആയിരുന്നു. പക്ഷെ എൻ്റെ ലൈഫ് സ്റ്റൈൽ സിറ്റുവേഷനും കാരണം എനിക്കത് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. എന്നാലും ഞാനത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പഠിച്ചു. ആ വെയിറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ സിറ്റുവേഷൻ ഓക്കെ ആകുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഫിറ്റ്നസ് വീണ്ടും ഞാൻ നോക്കി, വീണ്ടും ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ പതിയെയാണ് എൻ്റെ ഹെൽത്ത് ഞാൻ കുറച്ച് ബെറ്ററാക്കി എടുത്തത്. ഇപ്പം 74 കിലോ, 103 74 കിലോ വരെ ഞാൻ എത്തി. ഞാൻ ഒരിക്കലും ആ കൊച്ച് മരിച്ചെന്ന് പറഞ്ഞ് എൻ്റെ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതല്ല. പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയല്ല. ഞാൻ ബേസിക്കലി കൊമേഴ്സാണ്. സോ ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ കാരണം നിങ്ങൾക്കറിയാലോ, മാർക്കറ്റിംഗ് ഫീൽഡായതുകൊണ്ട്. മെഡിക്കൽ റെപ്പായിരുന്നു. മെഡിക്കൽ റെപ്പ് ആകുമ്പോഴേ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്താണ് വരുന്നത്. അപ്പോൾ കുറേ സയൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ, കൊമേഴ്സ് ആയാലും. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരാൻ കാരണം എൻ്റെ ഫിറ്റ്നസ് തന്നെയായിരുന്നു. എൻ്റെ ഒരു വെയിറ്റ് കുറച്ച് എനിക്ക് അവിടെ ഒരു വേക്കൻറ്റ് കിട്ടി, അങ്ങനെ കയറിയതാണ്. അതുകൊണ്ടൊരു പാഷനായിട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫിറ്റ്നസ് ഫീൽഡ് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം. ഇതിൽ വെച്ച് ഏകദേശം 1.5-1.25 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫിറ്റ്നസ് ഫീൽഡിൽ. യൂട്യൂബേഴ്സ് ആയാലും ആരായാലും
വന്നിട്ട് പറയും ഇന്നത് കലക്കി കുടിക്കുക വെയിറ്റ് കുറയും, ഇന്ന ടാബ്ലറ്റ്. എൻ്റെ കൂടെ പല പൊട്ടന്മാരും എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ടാബ്ലറ്റ് വാങ്ങി കഴിച്ച് കഴിഞ്ഞാൽ ഫാറ്റ് കട്ടായി മറ്റേ 6 പാക്ക് തെളിയും, എന്നാലേ തെളിയും. അങ്ങനെയൊന്നും അല്ല ആക്ച്വലി. ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ മര്യാദയ്ക്ക് നല്ല 4-5 നേരം ഫുഡ് കഴിച്ചുകൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കാനുള്ളതും വെയിറ്റ് കൂട്ടാനുള്ളതും. ഇപ്പോഴും പറയാം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. എൻ്റെ 100 വട്ടം എടുത്ത് പറയാം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് വേണം വെയിറ്റ് കുറയ്ക്കാനും കൂട്ടാനും. അല്ലാതെ രാവിലത്തെ ആ കൊച്ച് ശ്രീനന്ദൻ എന്ന് പറയുന്ന കൊച്ച് രാവിലെ മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്കിപ്പ് ചെയ്യുക എല്ലാവരും പതിവ്. പിന്നെയും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മീലെല്ലാം കുറച്ച് ലാസ്റ്റ് ആ കൊച്ചിൻ്റെ സ്മോൾ ഇൻഡസ്ട്രീന് ചുരുങ്ങി എന്നാണ് പറയുന്നത്. ഹൃദയാഘാതം മൂലമാണ് കുട്ടി മരണപ്പെട്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾക്ക് ബുക്സ് ഒക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഗൂഗിളിൽ പല കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും എന്താണ് ഈ ഞാൻ കഴിക്കാൻ പോകുന്ന ഫുഡിലുള്ള കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിലും പല കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങൾ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന പല സാധനങ്ങളും. ChatGPT ഇപ്പം എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്കുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ യൂട്യൂബിലൊരു യൂട്യൂബർ വന്ന് ഇത് കഴിക്കുക ഞാൻ 10 കിലോ കുറച്ചു. ഞാൻ പണ്ടൊരു ട്രോൾ വീഡിയോ ചെയ്തതാണ്, പക്ഷെ അത് വേണ്ട, അവരെ ബോഡി ഷെയിം ചെയ്യണ പോലെ ആവും. ബോഡി ഷെയിം അല്ല, അവരെ ഷെയിമിങ് ചെയ്യണ പോലെ ആവും എന്ന് കരുതിയാണ് ഞാൻ ഹിഡൻ ചെയ്ത് വെച്ചേക്കുകയാണ്. മിക്കവാറും ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്യും. കാരണം അവരത്രയ്ക്ക് മണ്ടത്തനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ബീട്രൂട്ട് കഴിക്കാൻ പാടില്ല, ക്യാരറ്റ് കഴിക്കാൻ പാടില്ല, വേറെ എന്തൊക്കെയോ വെള്ളം ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നേരെ യൂറിനറി ബ്ലാഡറിലോട്ടാണ് ഡയറക്റ്റായിട്ട് പോകുന്നത്. സോ അങ്ങനെ കുടിക്കാൻ പാടില്ല, സിപ്പ് ചെയ്താണ് കുടിക്കുക. നിങ്ങളെ ലൈഫ് സ്റ്റൈൽ എന്താണോ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ, ആ ലൈഫ് സ്റ്റൈലിനെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ കൊണ്ടുവരിക. ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക, അത്രേ ഉള്ളൂ. അല്ല നിങ്ങൾ ഒരു 3-5 വർഷമായിട്ട് അൺഹെൽത്തി ആയിട്ട് കഴിച്ചിട്ട് പെട്ടെന്നൊരു ഡയറ്റ് പ്ലാൻ, ഒരാളെ തരുന്ന ഡയറ്റ് പ്ലാൻ വാങ്ങി വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഒരിക്കലും വെയിറ്റ് കുറയില്ല. ഇതൊരു പതുക്കെ ബോഡി അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ബോഡിയെ മനസ്സിലാക്കി കൊടുക്കുക. ഞാനൊരു വേറൊരു ഫുഡിലോട്ട് പോവുകയാണ് എന്നുള്ള രീതിയിൽ ബോഡിയെ മനസ്സിലാക്കി കൊടുത്ത് പതുക്കെ അതിനെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ വെയിറ്റ് ഡ്രോപ്പ് ചെയ്ത് വരിക, അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടി വരിക. ബോഡിയുടെ ബ്ലഡ് ചെക്കിങ് ചെയ്യാതെ, നിങ്ങളുടെ ബോഡിയുടെ കണ്ടീഷൻ മനസ്സിലാക്കാതെ ഒരാൾ പറയുന്ന വേറൊരാളെ ഡയറ്റ് എടുത്ത് കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതും ഈ ഫുഡ് കഴിക്കാതെ ഒരിക്കലും നിങ്ങൾ വെയിറ്റൊന്നും കുറയാൻ പോകുന്നില്ല. ഇതിൻ്റെതായ ദൂഷ്യഫലങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. ഫ്യൂച്ചർ ദൂഷ്യഫലങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. സോ ബി കെയർഫുൾ. ആ കൊച്ചിനെ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ജസ്റ്റ് കുറച്ച് കാര്യം നിങ്ങൾ ഒന്നും മനസ്സിലാക്കണ്ടാവും. മാക്രോസ് എന്താണെന്ന് മൈക്രോസ് എന്താണെന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അതെന്തിനാണ് നമ്മളെ ബോഡിയിൽ എന്തിനാണ് അതൊക്കെ ആവശ്യം എന്നുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ. എനിക്കൊന്ന് 2 പേജിൻ്റെ കാര്യമുള്ളൂ വായിക്കാൻ. ജസ്റ്റ് മലയാളത്തിലും കിട്ടും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവണമെങ്കിൽ മലയാളത്തിലും കിട്ടുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് വെരി പെത്തറ്റിക്. ഇത്രയും പഠിപ്പുള്ള പിള്ളേരൊക്കെ ഇങ്ങനെയുള്ളൊരു ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ എല്ലാത്തിനെയും പിടിച്ചാത്തണം 100%. ചുമ്മാ വൈറലാകാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ള ലൈഫ് സ്റ്റൈല് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കുന്ന എല്ലാത്തിനെയും പിടിച്ചാത്തണം. സത്യം. ബൈ.